അപ്പോഴേ ഞാനെന്നുള്ളത് നമ്മുടെ അകത്തേത്തറ ഭാഗത്താണ് കേട്ടോ. അതായത് നമ്മുടെ മലമ്പുഴയ്ക്ക് അകത്തേത്തറ ഭാഗം. ഈ അകത്തേത്തറയിൽ നമ്മുടെ ശാസ്താനഗറില്ലേ, ഈ ശാസ്താനഗറാണ് ഈ കാണുന്ന റോഡിന് ഒരു 250 മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ശാസ്താനഗർ ജംഗ്ഷൻ. ആ സൂപ്പർ മാർക്കറ്റ് കടകളൊക്കെ വരുന്നില്ലേ, ആ ഭാഗം കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇതാ കാണുന്ന ആ ടിപ്പർ പോകുന്നില്ലേ, അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ അതായത് ഇവിടെ നിന്ന് നമ്മുടെ NSS കോളേജിലേക്ക് ആകെ ദൂരം വരുന്നൊരു 300 മീറ്ററാണ്. അതായത് ആദ്യത്തെ NSS കോളേജിലേക്ക് 300 മീറ്റർ. പിന്നെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനില്ലേ നമ്മുടെ ജംഗ്ഷൻ, പാലക്കാട് ജംഗ്ഷൻ, അതിലോട്ട് ആകെ വരുന്ന ദൂരം ഒരു 4 കിലോമീറ്റർ. അങ്ങനെയുള്ള നല്ലൊരു പ്രൈം ഏരിയയിൽ നല്ലൊരു പ്ലോട്ട് കൊടുക്കാൻ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വാ കാണിച്ചു തരാം. ഈ കാണുന്ന രീതിയിൽ നമുക്ക് നല്ല പഞ്ചായത്ത് റോഡ്, ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ട് ഇതേ കിടക്കുന്ന ഭൂമിയാണ് കേട്ടോ നമുക്ക് കൊടുക്കാനുള്ള. നല്ല വീട് കണ്ടോ, നല്ല അടുത്തൊക്കെ തന്നെ നിറയെ വീടുകളും കാര്യങ്ങളും, നല്ല ലൊക്കേഷനാണ്. ഇതാ ബാക്ക് സൈഡിലൊക്കെ നോക്കിക്കോ, കണ്ടോ നിറയെ വീടുകളുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ വാഹനങ്ങൾക്ക് വരെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോഡ് സൗകര്യമുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു 5 മീറ്ററിൻ്റെ റോഡ് സൗകര്യം ഇതിനകത്തുണ്ട്. ഇത് മൊത്തത്തിലായിട്ടാണെങ്കിലും ഇനി അതല്ലെങ്കിൽ നമുക്കൊരു പ്ലോട്ട് വൈസ് ചെയ്തിട്ട് നമുക്കൊരു 4.5 സെൻറ്റ് മുതൽ ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. 4.5, 5, 6, 7 നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്തറിയോ, നമുക്കിപ്പോൾ ഈ ഒരു ലാൻഡ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടാണെങ്കിലും സെറ്റാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നുണ്ടല്ലോ, ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നത് ഇവിടുന്ന് ആകെ വരുന്നൊരു 500 മീറ്റർ അപ്പുറത്താണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതൊക്കെ വന്നു കഴിയുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെൻറ്റും കാര്യങ്ങളും പ്രൈസൊക്കെ നല്ലപോലെ കൂടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഗ്രീൻ ഹൈവേ വരുന്നുണ്ടല്ലോ, ഗ്രീൻഫീൽഡ് ഹൈവേ. ആ ഗ്രീൻഫീൽഡ് ഹൈവേ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് വരുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ മാർക്കറ്റ് റേറ്റിൽ നല്ല വ്യത്യാസം വരും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ചിട്ടാലും എന്ത് ചെയ്യില്ല, നമുക്ക് നഷ്ട കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. പിന്നെ നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. ഈ 4 സൈഡിലും നല്ലതാണോ, കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനപ്പുറത്ത് നല്ല നെൽപ്പാടാണ് കേട്ടോ. അതുകൊണ്ട് വെള്ളം കയറുന്നുള്ള പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. എത്ര വെള്ളമാണെങ്കിലും താഴോട്ട് അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്കിനി എക്സ്ട്രാ വെള്ളത്തിൻ്റെ സോഴ്സ് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എല്ലാ ഭാഗത്തും ഓപ്പൺ കിണർ കുഴിച്ചാൽ നല്ല അടിപൊളി വെള്ളം കിട്ടും. പിന്നെ മലമ്പുഴയുടെ വാട്ടർ കണക്ഷനൊക്കെ സുഖമായിട്ട് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. ശരിക്കും നമ്മുടെ മലമ്പുഴ IT ഇവിടെ നിന്ന് അടുത്താണ്, ഏകദേശം ഒരു 1 കിലോമീറ്റർ കഷ്ടി ദൂരമേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ NSS കോളേജ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രിക്കറ്റ് സ്റ്റേഡിയം ആണെങ്കിലും ഓരോ ഗ്രീൻ ഹൈവേ ആണെങ്കിലും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണെങ്കിലും ഒരു 4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന ഭൂമി മൊത്തം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന ഭാഗത്ത് ഒരു 4.5 സെൻറ്റോ 5 സെൻറ്റൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുടെ കോൺടാക്ട് നമ്പറാണ് ഞാൻ താഴത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കമ്മീഷൻ ബ്രോക്കർ ചെയ്യുന്ന കൊടുക്കേണ്ട ആവശ്യമില്ല, നല്ല ഭൂമിയാണ്. അപ്പോൾ ഇതിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് ഒരു 3 ലക്ഷം രൂപയാണ് പ്രൈസ് ഓണർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ നെഗോഷിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് ഓണറെ വിളിക്കുക, കോൺടാക്ട് നമ്പർ താഴത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള വേറെ ലൊക്കേഷനിലാണ് നിങ്ങൾ പ്രോപ്പർട്ടി നോക്കുന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ട് വേറെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.